എനിക്ക് വലിയ വണ്ടി, കാരണം ഞാൻ സൈസ് ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ വണ്ടി വേണമെന്ന് ആഗ്രഹമായിരുന്നു. മാഷാഅല്ലാ എനിക്ക് BMW ഭയങ്കര ഇഷ്ടമാണ്. BMW തന്നെ ബ്രാൻഡ് നെക്സ്റ്റ് സഡാനിൽ ഒരു മോഡൽ എടുക്കണം ആഗ്രഹമുണ്ട്. ഇനി ഒന്നും കൂടെ ഒന്ന് പ്രഗ്നന്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് പൂക്കുട്ടിയോട് പറഞ്ഞാൽ മതി, മേടിച്ച് തരാം. ഓക്കെ. രണ്ടാമതേ, ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇതിനകത്ത് താഴെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ, അത് ഞാനൊന്ന് വെച്ചുതരാം. വണ്ടി RC ബുക്ക് പ്രകാരം ഇപ്പോഴും എൻ്റെ പേരിലാണല്ലോ. ഹായ്, പെട്രോൾ അടിക്കാൻ പണം ഉണ്ടെങ്കിൽ ആ ബാക്കി തുക കൂടി ഇങ്ങോട്ടങ്ങ് തന്നേക്ക്. വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ പൊന്ന് സജിനെ. ഒന്ന് ആലോചിച്ച് നോക്കി സജിനെ, ഒന്ന് ആലോചിച്ച് നോക്ക്. ആ വണ്ടിക്കാരൻ്റെ പൈസ എങ്കിലും കൊടുക്ക്. മലപ്പുറംകാരനാണ്, ഒരുപാട് അദ്ദേഹത്തിനെ ദ്രോഹിച്ച് ഈ വണ്ടി കൊണ്ട് കൊടുക്കുകയും ചെയ്ത് അയാൾക്ക് ബാക്കി അങ്ങോട്ട് 1 ലക്ഷം രൂപയോളം കൂടെ കൊടുക്കാനുണ്ട്. ആ 1 ലക്ഷം രൂപയാണ് ഈ പറയുന്ന പുള്ളിക്ക് കിട്ടുന്ന ഒരു ചെറിയൊരു ലാഭം എന്ന് പറയുന്നത്. അതുപോലും ഈ വ്യക്തി കൊടുത്തില്ല. പൂക്കുട്ടി നാട് മൊത്തം എന്താ പറയുക, ഉള്ള വ്ളോഗേഴ്സിനെയൊക്കെ കാണാനും ചെല്ലാനും പുള്ളിയുടെ അസിസ്റ്റന്റിനെ വിടുന്നു, അവിടെ വിടുന്നു, മറ്റേനെ വിടുന്നു. എന്തിനാണ്? വീഡിയോ റിമൂവ് ചെയ്യാനൊക്കെ. പുള്ളി ഭയങ്കര ഓട്ടമാണ്. എത്ര ലക്ഷം രൂപ വേണമെങ്കിലും പറയാം. ആദ്യം ഈ പാവത്തിന്റെ പൈസ അങ്ങ് കൊടുത്ത് തീർക്കാൻ നോക്ക്. അതല്ലേ കുറച്ചും കൂടെ നല്ലത്. ഈ സജിനയുടെ സംസാരവും രീതിയൊക്കെ കാണുമ്പോൾ തന്നെ പുള്ളി അങ്ങ് അധ്വാനിച്ചങ്ങ് ഉണ്ടാക്കി പോകാനെന്നുള്ള രീതിയില്ല. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് പുള്ളിക്കാരൻ ഗിഫ്റ്റ് കൊടുത്തെന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ എപ്പോഴും ഒരു നാണുമാനം ഇല്ലാതെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനേ ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. എന്തായാലും ഞാൻ ആ വണ്ടിക്കാരന്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്കൊന്ന് വെച്ചുതരാം. ഡെലിവറിക്ക് സെറ്റ് ആയിരിക്കുന്ന 2014 മോഡൽ 4x4 മാനുവൽ ഫോർച്യൂണർ ആണ്. ഈ വാഹനം കസ്റ്റമർ കണ്ടിട്ടില്ല കേട്ടോ. കണ്ണൂരിൽ നിന്ന് വരുന്ന കസ്റ്റമർ ആണ്. എനിക്ക് സൗദിയിൽ നിന്നും മെസ്സേജ് അയച്ച് അഡ്വാൻസ് ചെയ്താണ്. വണ്ടി കസ്റ്റമർ കണ്ടിട്ട് പോലില്ല. അപ്പൊ ഇതാ കസ്റ്റമർ വന്നോണ്ടിരിക്കുകയാണ്. നമുക്ക് കസ്റ്റമർ വീഡിയോയിലേക്ക് ക്ഷണിക്കാം. കേട്ടല്ലോ, കണ്ടല്ലോ, ഇതാണ് വണ്ടി. ഇതെല്ലാവരും കണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പം ഇതാണ് വണ്ടി എന്നല്ല, ഇതാണ് ആ പുള്ളിക്കാരൻ. പുള്ളിയുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഈ പാവത്തിനെ എന്നിട്ട് ജയിലിൽ വാക്കിച്ച് എങ്ങനെ ആക്കിയെന്ന് വെച്ചാൽ, രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ആ വണ്ടിക്കകത്ത് 6 പവന്റെ സ്വർണ്ണം ഉണ്ടായിരുന്നെന്ന്. അത് ആ ബാഗിനകത്ത് ഇരിക്കുകയായിരുന്നു. വണ്ടിക്കകത്ത് മറന്നുപോയി ആ വണ്ടി കൊണ്ട് എടുത്തുകൊണ്ട് പോയെന്നുള്ള രീതിയിലാണ് സജിനെ കൊണ്ട് കേസ് കൊടുത്തത്. 6 പവന്റെ സ്വർണം. അപ്പോൾ ഏത് രീതിയിലാണ് വകുപ്പിട്ട്. അപ്പോൾ അതുപോലൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന സജിന. അവർക്കൊരു നാണവും മാനവും ഇല്ലെന്ന് നമുക്ക് അവരുടെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ചുമ്മാ അതൊന്നും അല്ലല്ലോ കൊച്ചുണ്ടായത്, ഇവിടെ കൊണ്ട് വെച്ചിട്ടല്ലേ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആ വ്യക്തിയുടെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതും സജിനയുടെ അമ്മ ആ കോളിലും ഉണ്ടായിരുന്നു, പൂക്കുട്ടിയുടെ കോളിലും ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തായാലും ഫിറോസ്, എല്ലാവരും ഫിറോസിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യമെല്ലാം ഫിറോസിന്റെ അഹങ്കാരം കൊണ്ടിട്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. ഫിറോസ് ഓവറാണ്. ബിഗ് ബോസിൽ നമ്മൾ ഫിറോസിനെ കണ്ടതല്ലേ. ബിഗ് ബോസ് അല്ല മക്കളെ ചെയ്യുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ ഞാൻ പറയാം, ചിലവരൊക്കെ എന്ന് വെച്ചാൽ ഈ വന്ന് ഷോയ്ക്കകത്ത് കിടന്ന് ഈ ഷോ ഓഫും ദേഷ്യമൊക്കെ കാണിക്കുന്നത് ഗെയിമിന്റെ ഒരു ഇതായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത കുറെ ആൾക്കാരുണ്ട്. വേണ്ടേ, പുരുഷ കമ്മീഷനൊക്കെ വേണ്ടി കിടന്ന് സംസാരിച്ചൊരു മഹത്തായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ ആ വരവും നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ആൾക്കാർക്ക് വേണ്ടി സംസാരിച്ച ഇപ്പം തന്നെ 2 അടയും ചക്കരയും കെട്ടിപ്പിടിക്കുന്ന, ഉമ്മ കൊടുക്കുന്ന, ഓഹോ ഇത്രയേ ഉള്ളൂ മനുഷ്യരൊക്കെ. ഞാൻ ആലോചിക്കുകയാണ്, ഇതൊക്കെ ചുമ്മാ ആണുങ്ങൾക്ക് നീതി ഉണ്ടാക്കാനെന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന തുടങ്ങുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. 2 നീലയൊക്കെ ഇട്ടുകൊണ്ട്, അയ്യോ ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി പുതിയ ഗോസിപ്പുകളൊന്നും ഡാനി പറഞ്ഞെന്നും പറഞ്ഞ് അടിച്ചിറക്കല്ല. ഇപ്പോൾ 2-3 എണ്ണത്തിന് ഇതുപോലാണ്. ഡാനി സത്യൻ എന്ന് പറയുന്ന യൂട്യൂബർ അത് പുറത്ത് വിട്ടതും പറഞ്ഞിട്ടുള്ള രീതിയിൽ കുറെ എണ്ണം കിടന്നിട്ട് എഴുതുന്നുണ്ട്. അതും എൻ്റെ തലയിലോട്ട് വരും. നല്ല രസമുണ്ട്. ഞങ്ങൾ ആരും ഒന്നും പറയത്തില്ല. ഞാനിപ്പം അങ്ങോട്ട് തിരുത്തിയുള്ളൂ. ബ്രോ പേടിക്കണ്ട. പറഞ്ഞു വെച്ചിട്ടിട്ടാണ്. എന്റെ പൊന്നു മുകേഷേട്ടാ, ഒരു 10 അടി മാറിയെന്നു. അന്നാലേ നിങ്ങൾക്ക് 2 അടിയെങ്കിലും നേരെ നിൽക്കാൻ പറ്റത്തുള്ളൂ. സത്യസന്ധമായിട്ട് പറഞ്ഞാല അത്രയ്ക്ക് കേസ് കേട്ടാ. പൊക്കോ ഇപ്പൊ വിട്ടാ അടുത്ത ബസ് കിട്ടും. എല്ലാവർക്കും ബൈ. ചേച്ചിക്ക് ട്രൈസ് ഉണ്ടെന്ന് തോന്നുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ. അർഹതയില്ലാത്ത ആൾക്കാർ കൂടെ അത് നീ ഇപ്പോഴും പഠിച്ചിട്ടില്ല. നിന്റെ കൂടെ ഉള്ള ഒരുത്തിയൊക്കെ തന്നെയാണ് നിന്നെ കുറിച്ചുള്ള കാര്യങ്ങൾ മൊത്തം പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നിനക്ക് അറിയത്തില്ല. എന്നിട്ട് നിന്റെ കൂടെ പലയിടത്തും വരുന്നു, പല ആൾക്കാരെ കാണാൻ വരുന്നത് അവള് തന്നെയാണ് നിന്റെ കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. നിന്റെ കണക്കിന്റെ കാര്യങ്ങളെല്ലാം പാട്ടാക്കുന്ന അതുപോലുള്ള വ്യക്തികളാണ്. നീ അതേ അവളെയൊക്കെ മനസ്സിലാക്കാൻ നോക്ക്. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. എന്തായാലും നല്ലതാ. ദൈവമായിട്ട് തന്നെ അവരെ നിന്നെ നിന്ന് അകറ്റിയതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പറഞ്ഞു മനസ്സിലായോ? അവരാണ് രക്ഷപ്പെട്ടത്. കാരണം നിങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി അന്ന് വന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളും സോഷ്യൽ മീഡിയ കരഞ്ഞ് മെഴുകിയത് എല്ലാവരും നമ്മൾ കണ്ട. പക്ഷെ ആ ഒരു വോയിസ്, ആ പറയുന്ന ഫിറോസ് അതൊന്നും പുറത്ത് വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഫിറോസിന് ഏത് ലെവലിൽ പോയാനെ, എത്ര മോശപ്പെട്ട ഒരു വ്യക്തിയായി പോയനെ. അതൊക്കെ മോക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഓർമ്മപ്പെടുത്താം. നിന്റെ കൂടെ ഏതായി നല്ല വ്യക്തികള്? ആ ഒരു വിഷയത്തിൽ എത്ര പേര് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. എത്ര പേര് ഞങ്ങളെ ഒന്നും പിടിച്ചിട്ടല്ലേ എന്നുള്ള രീതിയിലാണ്.
സത്യമായിട്ടും പറയുന്ന ഒരു കാര്യങ്ങളാണ്. ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളായിട്ട് പറ്റിക്കുകയായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുമ്പോൾ എല്ലാം കൂടെ പറയണമല്ലോ. ആവശ്യമില്ലാത്ത ആൾക്കാരെ ദൈവമായിട്ട് എടുത്തതാണ്. അതിന് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ദൈവം ഇവളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയതാണ്. എനിക്കൊന്ന് നല്ലതാന്ന് തോന്നുന്നത്. നെഗറ്റീവ് പബ്ലിസിറ്റി കുറച്ച് നല്ല പബ്ലിസിറ്റി ആയിരിക്കും. ഭയങ്കര 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 റീച്ചാണ്. അതെന്ന് വെച്ചാൽ ഞാനൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ പോലും നിങ്ങളെ കുറ്റം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ആ വോയിസ് ഒരു വ്യക്തിനെ ഭീഷണിപ്പെടുത്തുന്നതും പണം വേണമെന്ന് പറയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമാണോ? 4 കോടി എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, നിങ്ങളുടെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കിയതാണോ? നിങ്ങൾ തന്നെ പറ. അല്ലല്ലോ. എന്നെ അറിയാത്ത ആൾക്കാർ പറഞ്ഞു തുടങ്ങി. പക്ഷെ അവരെല്ലാരും ഓടി വന്നിട്ട് അത് ഒരിക്കലും എനിക്കതാണ് ഏറ്റവും വലിയ സന്തോഷം. എല്ലാവരും വന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ അങ്ങനെയല്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയുന്നത്. അതെ, ആ പറഞ്ഞ വ്യക്തികൾ ആരാന്ന് വെച്ചാൽ ഒന്ന് പരിചയപ്പെടുത്താവോ, അല്ലെങ്കിൽ അവരുടെ നമ്പർ ഒന്ന് അയച്ചു തരാമോ? ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ എന്താണ് അതിന്റെ സത്യാവസ്ഥ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും സത്യം ഉണ്ടെങ്കിൽ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ പറയാമല്ലോ. ആ പറഞ്ഞ വ്യക്തികളെ ഒന്ന് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ മാഡം. അപ്പം നിങ്ങളുടെ വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നത് അപ്പോൾ ഏത് രീതിയാണ്? അതിന് ആണോ? എന്തിനാണോ ഇങ്ങനെയൊക്കെ വന്നിട്ട് ഇങ്ങനെ ആൾക്കാരെ വേറെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നത്? എന്തായാലും ജനങ്ങൾക്ക് സത്യം അറിയാം. ആ മൈക്ക് പിടിച്ച് നിന്നോട് ചോദ്യം ചോദിക്കുന്ന ആ വ്യക്തിക്കും അറിയാം താനെന്ന് പറഞ്ഞ വ്യക്തി ലോക ഫ്രോഡാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അവന്മാർക്ക് കണ്ടന്റ്, അത് മാത്രം. ഞങ്ങൾക്ക് കണ്ടന്റ് മനസ്സിലായോ? വേണം. നിനക്കുണ്ടായത് നെഗറ്റീവ് റീച്ചാണ്. ആ നെഗറ്റീവ് റീച്ച് എന്ന് പറഞ്ഞാൽ നീ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതും കൂടെ ആലോചിച്ചാൽ നല്ലതായിരിക്കും. അന്ന് വന്ന് കരഞ്ഞിട്ട് എൻ്റെ പപ്പ എന്തുവാ, എൻ്റെ മക്കൾ കരഞ്ഞിട്ട് പറയണം പപ്പ എന്തെങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ. അത് നിന്നെ വിശ്വസിച്ച് കുറേ ആളുകളുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ നിന്നെ വാഴ്ത്തി പാടിയായിരുന്നു. ഫിറോസിൻ്റെ വോയിസ് വന്നില്ലായിരുന്നെങ്കിലോ? ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നിരപരാധി ആൾക്കാർ കൊല്ലാക്കൊലേ തന്നെ. പിന്നെ നിന്നെപ്പോലുള്ളവന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ചില ആൾക്കാർ പണം മേടിച്ച് ചെയ്ത കഥകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അപ്പോൾ പോട്ടെ, അവരുടെ പാടായി, അവരുടെ ജോലിയായി, അവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. എന്തായാലും നീ കുറച്ച് വെളുക്കാൻ നോക്കിയല്ലോ. എന്തായാലും വെളുത്ത് നീ പാണ്ടായിട്ടുണ്ട്. അവരുണ്ടല്ലോ ഇനി ഇതിന്റെ അടിയിൽ വന്ന് കമന്റ് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അത് ഇഗ്നോർ ചെയ്ത് കളയത്തുള്ളൂ. അത് തന്നെ. എന്തായാലും വണ്ടിയുടെ ഓണർ തന്നെ വന്നിട്ടാണ് ഈ പറയുന്നത് കമന്റ് ഇട്ടത്. RC ബുക്കും എല്ലാം പുള്ളിയുടെ പേരിലാണെന്നുള്ള രീതിയിലൊക്കെ തന്നെ. കൊടുക്കാനുള്ള പൈസ ആ പാവത്തിനെങ്കിലും കൊടുക്കുക. അന്തസ്സുള്ളവർ അങ്ങനെ ചെയ്യുന്നത്. അല്ലാതെ ആറ്റിറ്റ്യൂഡും അതുമൊക്കെ ഇട്ട് വെച്ച് നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ നാളോ അതിനെക്കുറിച്ച് ചർച്ച ഉണ്ടാവും മോളെ. അത് നേരത്തെ മേടിച്ചാണ് അറിഞ്ഞില്ലേ? നേരത്തെ എന്റെ വീഡിയോയിലൊക്കെ ഞാനത് പബ്ലിസിറ്റി പറഞ്ഞു കൊടുക്കുന്നു. അത് ഫേമസ് ആണ്, നമുക്കറിയാം. കൊണ്ടുവന്ന് പൂത്തിരി എത്തിക്കുന്നത് എൻ്റെ പൊന്നോ. പൂക്കുട്ടിയാണ്. പൂക്കുട്ടിയണം പുളിയല്ലേ പൂക്കുട്ടിയണ്ണാ. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ട കുറെ കാര്യങ്ങളൊക്കെ തന്നെ. ഇനി രണ്ടിനും കൊണ്ടൊരു പ്രകടനമൊക്കെ ഉണ്ട്. ദൈവമേ ഈശ്വര, കൊലസിട്ടമോ. അയ്യോ, താരാ ഓടി വരുന്നത്. അവക്ക് കാര്യം മനസ്സിലായി. ചെരുപ്പൂര് കാരണം ഇതിലേക്കുള്ളൊരു അപമാനം ഇല്ല ഇനി. ഓക്കെ ഗൈസ്, ഓക്കെ. എന്തായാലും ഫിറോസ് ഇപ്പോൾ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇടയ്ക്ക് അദ്ദേഹം ഫ്ലാറ്റിനകത്ത് തന്നെ തൂങ്ങാൻ ശ്രമിച്ചെന്നല്ല, പുള്ളി ജീവൻ കളഞ്ഞാലോ എന്ന് പോലും ആലോചിച്ച് പോയൊരു വ്യക്തിയായിരുന്നു. കാരണം നമ്മൾ ഈ കാണുന്ന പോലെ സ്മാർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ പറയണ്ടേ, അവർക്ക് കൊണ്ട് ഫീലിങ്സും വിഷമവും അതും ഇതും എല്ലാം ഉണ്ട്. അതൊന്നും ഒരു മനുഷ്യനും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു കാര്യം പറയാം, അയാൾ നല്ല ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്, ഭയങ്കര ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത്. പിന്നെ കാണുന്ന പോലെ ഒന്നും അല്ല പുള്ളിക്കാരൻ. അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കി കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഈ കമന്റ് ഇട്ട് ആൾക്കാരെ മോശമാക്കാൻ നോക്കുന്നത്, പ്രത്യേകിച്ച് ഫിറോസിന്റെ, അത് ആ വോയിസ് കേട്ടപ്പോഴാണെങ്കിൽ പോലും എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും ഒരു തൊലിയില്ല, എന്താ പറയണ്ടേ, ഒരു ഉളുപ്പെന്ന് പറയുന്ന സംഭവമല്ലേ, അതൊന്നുമില്ല. എന്നിട്ട് മാഷാ അല്ലാഹ് എന്നിരുന്ന് പറയുകയും ചെയ്യും. ബൈ, ലവ് യു ഗൈസ്.